ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇറ്റ്സ് മീ അഖിൽ സതീഷ് ആൻഡ് വെൽക്കം ടു അഖിൽ സതീഷ് വേൾഡ്. എൻ്റെ പൊന്നുമക്കളെ, ഈ +1 റിസൾട്ട് കാത്തിരിക്കുന്ന അടുത്ത +2ലേക്ക് ഇതാ ജൂൺ 2 മുതൽ ചലിക്കാൻ പോകുന്ന, പഠിച്ചു തുടങ്ങാൻ പോകുന്ന നിങ്ങൾക്ക് വേണ്ടിയാണ് ഈ വീഡിയോ. ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട്, +1 റിസൾട്ട് ഇതാ വരികയാണ്, ഡേറ്റുകൾ വീണ്ടും വീണ്ടും മാറ്റി മാറ്റി കളിക്കുന്നു, ഈ ഒരു സമയത്ത് ടെൻഷൻ ആകുന്നു. അതുപോലെ തന്നെ സ്കൂളിൽ നിന്നായിരിക്കും ഒരുപക്ഷെ റിസൾട്ട് അറിയുന്നത്. മാർക്ക് കുറയുമോ, +1 ഇംപ്രൂവ്മെന്റ് എക്സാം ഉണ്ടാകുമോ, അതിൻ്റെ ബാക്കി എങ്ങനെയാണ് കാര്യങ്ങൾ? ഒരു കാര്യം ഞാൻ ഉറപ്പ് പറയട്ടെ, നിങ്ങൾ ആരും ഈ പരീക്ഷയിൽ തോൽക്കാൻ പോകുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. അതാണ് +1 റിസൾട്ടിന്റെ ഏറ്റവും വലിയ ഒരു അഡ്വാൻറ്റേജ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ആർക്കും മാർക്ക് കുറയാനും പോകുന്നില്ല. എങ്ങനെയെന്നല്ലേ കൃത്യമായിട്ട് നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. ഇത് മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങളുടെ ടെൻഷനും ഇനി അങ്ങോട്ടുള്ള ഈ ഒരു റിസൾട്ടിനെ ചുറ്റിപ്പറ്റിയുള്ള പേടിയും എല്ലാം മാറും. നിങ്ങൾ 10 വരെ എഴുതി വന്നൊരു സിസ്റ്റം അല്ല +1ലേത്. അത് നിങ്ങൾക്ക് റിസൾട്ട് വരുമ്പോൾ മനസ്സിലാകും. മാർക്കിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ 540 മാർക്കിൽ എത്രയാണ് എന്നുള്ളതാണ് ആ ടോട്ടൽ സ്കോർ വരാൻ പോകുന്നത്. ഓരോ വിഷയം എടുത്താലും അതിന് ഓരോ മാർക്ക് ഡിവിഷനുകൾ ഉണ്ടാവും. അതിൽ തന്നെ CE മാർക്കും നിങ്ങൾ എഴുതിയതും എല്ലാം ചേർത്തിട്ട് ഓരോന്നിനും ടോട്ടൽ ഇത്ര മാർക്കിന് എന്ന രീതിയിലായിരിക്കും വരുന്നത്. അതിൽ തന്നെ ചില വിഷയങ്ങൾ 60-നുണ്ട്, ചില വിഷയങ്ങൾ 80-നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അറിയാം അതെല്ലാം. പക്ഷേ ഇവിടെയാണ് നിങ്ങൾക്ക് യഥാർത്ഥ ഒരു അഡ്വാൻറ്റേജ് ഇരിക്കുന്നത്. ഒരു പരീക്ഷയ്ക്ക്, ഒരു മത്സര പരീക്ഷയ്ക്ക് ആയിക്കോട്ടെ, ഒരു എൻട്രൻസിന് ആയിക്കോട്ടെ, ഒരു ടോട്ടൽ റിസൾട്ട് ആയിക്കോട്ടെ, ഇപ്പോൾ നിങ്ങൾക്ക് വരാൻ പോകുന്ന +1 റിസൾട്ടിലെ മാർക്കുകൾ കൺസിഡർ ചെയ്യില്ല. ഇത് പറയാനുള്ള കാരണം, നിങ്ങൾ പഠിക്കുന്ന ഒരു കോഴ്സ് എന്ന് പറയുന്നത് 2 വർഷ ഹയർ സെക്കൻഡറി കോഴ്സാണ്. അതായത് +1 +2. +1ൽ ഒരു പക്ഷേ മാർക്ക് കുറഞ്ഞാൽ പോലും +2ൽ അത് എഴുതി ആ ഒരു വിഷയത്തിൽ കുറച്ചുകൂടി ഫോക്കസ് ചെയ്ത് എഴുതി അവസാനം നിങ്ങൾക്ക് ഇപ്പോൾ +1ൽ തോൽക്കുന്നില്ല. യഥാർത്ഥത്തിൽ +1ൽ മാർക്ക് കുറയുകയേ ഉള്ളൂ. മാർക്ക് കുറഞ്ഞാൽ പോലും അത് അടുത്ത +2ൽ നന്നായിട്ട് പഠിച്ച് അതിൽ കുറച്ചുകൂടി കോൺസെൻട്രേറ്റ് ചെയ്ത് രണ്ടും കൂടി ടാലി ചെയ്യുമ്പോൾ 30% കൂടുതൽ, അതായത് പാസ് മാർക്കിന് മുകളിൽ വന്നാൽ നിങ്ങൾ ആ വിഷയത്തിന് ജയിക്കും. അതുപോലെ തന്നെ A+ന്റെ കാര്യത്തിൽ ഇപ്പോൾ ഒരു പക്ഷേ Aയോ അല്ലെങ്കിൽ B+ നിങ്ങൾ നോക്കുന്നു, അതിനുശേഷം നിങ്ങൾക്ക് +2ൽ അത് നല്ല വെറുതെ സ്കോർ ചെയ്യാൻ പറ്റിയാൽ അത് രണ്ടും കൂടി ടാലി ചെയ്ത് ടോട്ടൽ മാർക്കിൽ നോക്കുമ്പോൾ 90% കൂടുതലുണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് A+ ആണ്. അതുകൊണ്ട് തന്നെ +1ന്റെ റിസൾട്ട് എന്ന് പറയുന്നത് താൽക്കാലികമായിട്ടുള്ള റിസൾട്ടാണ്. അതുകൊണ്ട് നിങ്ങളുടെ A+ഓ നിങ്ങളുടെ തോൽവിയോ നിശ്ചയിക്കാൻ പോകുന്നില്ല. നിങ്ങൾക്ക് ഇവിടെ രണ്ടാമതൊരു അവസരമുണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. നിങ്ങൾ പഠിച്ച, അതായത് നിങ്ങൾക്ക് പറ്റിയ തെറ്റുകളിൽ നിന്ന് പഠിച്ചുകൊണ്ട് അത് തിരുത്തുവാൻ, +2ൽ നന്നായിട്ട് പഠിക്കുവാൻ, ആ മാർക്ക് ഇംപ്രൂവ് ചെയ്യാൻ ഒരു അവസരമുണ്ട്. അതുകൊണ്ട് തന്നെ +1ൽ ആരും തോൽക്കുന്നില്ല. ആരും A+ലേക്ക് എത്തിയെന്ന് കരുതി ഉഴപ്പി പഠിച്ചു കഴിഞ്ഞാൽ +2ൽ ഉള്ള മാർക്കും കൂടി പോയി അവരും പിന്നീട് A+ എന്ന് പറയുന്ന ഗ്രേഡ് Bയിലേക്കും Cയിലേക്കും ഒക്കെ ആകാനുള്ള ചാൻസ് ഉണ്ട്. അങ്ങനെ ഒരുപാട് വിദ്യാർത്ഥികൾക്ക് സംഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ +1 റിസൾട്ടിനെയും ഇനി വരാൻ പോകുന്ന മാർക്കിനെയും ആ രീതിയിൽ എടുത്തുകൊണ്ട് നിങ്ങൾക്ക് ഒരു അവസരമായിട്ട് കാണാനുള്ള ഒരു വലിയ ഓപ്പർച്യൂണിറ്റിയാണ്. എന്തായാലും കാത്തിരിക്കാൻ. നിങ്ങളുടെ അഭിപ്രായങ്ങളും സംശയങ്ങളും ഒക്കെ കമൻറ്റ് ചെയ്യാൻ മടിക്കരുത്, മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.